ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 66-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു കോഡാണ്. നമുക്ക് ആ കോഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കോഡിൻ്റെ പേരാണ് സ്ലാഷ് കോഡ്. അപ്പം എന്താണ് ഈ സ്ലാഷ് കോഡ്? അപ്പം സ്ലാഷ് കോഡ് നമ്മൾ പാട്ടുകളിലൊക്കെ കൂടുതലും ഈ രണ്ട് കൈ ഉപയോഗിച്ച്, അതായത് പിയാനോ ഒക്കെ വായിക്കുന്നവർ രണ്ട് ഹാൻഡ്, ലെഫ്റ്റും റൈറ്റും ഹാൻഡ് ഉപയോഗിച്ച് വായിക്കുമ്പോൾ എളുപ്പം നമുക്ക് മാറാൻ സാധിക്കുന്ന ഒരു കോഡാണ് സ്ലാഷ് കോഡ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ ഒരു കോഡ് എടുത്തുകൊണ്ട് തന്നെ നോക്കാം. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഇ മേജർ കോഡ്. അപ്പം ഇ ജി ഷ ബി. അപ്പം ഇതിൻ്റെ കോഡ് വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പവറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇ മേജർ വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ ഇ തന്നെ കൊടുത്താലും നമുക്ക് ആ ഒരു ഇതിന് കോഡ് നമുക്ക് അതിന് ഫുള്ള് ഒരു ഇത് കിട്ടും. നമുക്ക് ആ ഫീല് കിട്ടാൻ നല്ലൊരു ഇതാണ്. നമ്മൾ ഇവിടെ ലെഫ്റ്റിൽ ഇ ഞെക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ കറക്റ്റാണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി സ്ലാഷ് കോഡ് വായിക്കുമ്പോൾ അത് എഴുതുന്നത് നമ്മുടെ സ്ലാഷ് ചിഹ്നം അറിയാമല്ലോ. അപ്പം നമ്മുടെ കോഡിൽ വരുന്ന ഇ ജി ഷ ബി. അപ്പം ഈ സ്ലാഷ് കോഡ് വരുമ്പോൾ ഇ സ്ലാഷ് ജി ഷാർപ്പ്, അതായത് ഇ സ്ലാഷ് ജി ഷാർപ്പ്. അതാണ്, ഇത്രേ ഉള്ളൂ, ചെറിയൊരു കേസേ ഉള്ളൂ. ഇ സ്ലാഷ് ജി ഷാർപ്പ് അല്ലെങ്കിൽ ഇ സ്ലാഷ് ബി, അതായത് ഇ കഴിഞ്ഞ് വെച്ചിട്ട് ഡബിൾ നോട്ടാണ് വരുന്നത്. ഇ സ്ലാഷ് ജി ഷാർപ്പ്, ആദ്യത്തെ ഇ കഴിഞ്ഞിട്ട് സ്ലാഷ് പിന്നെ ജി ഷാർപ്പ്. ഓക്കെ, ഇ സ്ലാഷ് ജി ഷാർപ്പ്. അപ്പം ഇവിടെ ഇ മേജർ കോഡ് വായിക്കുമ്പോൾ ഈ സ്ലാഷ് കോഡ് നമുക്ക് ഇവിടെ ലെഫ്റ്റ് കൈയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ശേഷം ഇയും ബിയും, ഇ സ്ലാഷ് ബി. ഓക്കെ, അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇ മേജർ ഇവിടെ വായിക്കുമ്പോൾ ഓക്കെ, അല്ലെങ്കിൽ ഇ ജി ഷ ഇ സ്ലാഷ് ബി. ഓക്കെ, ഇ സ്ലാഷ് ബി. ഇതാണ്, വളരെ എളുപ്പമാണ് സ്ലാഷ് കോഡ് വായിക്കാനായിട്ട്. നമ്മൾ ഒരു കോഡ് എടുക്കുമ്പോൾ ഏത് കോഡാണോ എടുക്കുന്നത് ആ കോഡിൻ്റെ ആദ്യത്തെ നോട്ടും പിന്നെ രണ്ടാമത്തെ നോട്ടും പിന്നെ ആദ്യത്തെ നോട്ടും പിന്നെ മൂന്നാമത്തെ ആ കോഡിലെ നോട്ടും ഉപയോഗിച്ചാണ് സ്ലാഷ് കോഡ് വായിക്കുന്നത്. ഇനി എ മേജർ കോഡും കൂടെ നമുക്ക് നോക്കാം. എ മേജർ എ സി ഷാർപ്പ് ഇ, എ സി ഷാർപ്പ് ഇ. അപ്പം ഇതിൻ്റെ സ്ലാഷ് കോഡ് വായിക്കുമ്പോൾ നമുക്ക് എയും ആദ്യമേ എ സ്ലാഷ് സി ഷാർപ്പ്. ഓക്കെ, എ സ്ലാഷ് സി ഷാർപ്പ് അല്ലെങ്കിൽ എ സ്ലാഷ് ഇ, എ സ്ലാഷ് ഇ. ഇത്രേ ഉള്ളൂ ഈ സ്ലാഷ് കോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കോഡിൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ അതിൻ്റെ സ്ലാഷ് കോഡ് വായിക്കാനായിട്ട് ആദ്യമേ ഇക്ക് ശേഷം, അപ്പോൾ ഏത് കോഡാണോ ആ കോഡിൻ്റെ ഫസ്റ്റ് ലെറ്ററിന് ശേഷം രണ്ടാമത്തെ ലെറ്ററും പിന്നെ അടുത്ത സ്ലാഷ് കോഡായിട്ട് അതേ ആ കോഡിൻ്റെ അടുത്ത നോട്ടും ചേർത്ത് വായിച്ചാൽ അതിൻ്റെ സ്ലാഷ് കോഡായിട്ട് നമുക്ക് ലഭിക്കും. സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. സ്ലാഷ് കോഡ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇ മേജർ വായിക്കുമ്പോൾ ഇ സ്ലാഷ് ജി ഷാ. ഓക്കെ, ഇ സ്ലാഷ് ജി ഷാ അല്ലെങ്കിൽ ഇ സ്ലാഷ് ബി. ഇത് നമ്മൾ സ്പീഡിൽ ഓരോ പാട്ടുകൾക്കും വളരെ നമുക്ക് ഇഷ്ടം പോലെ സ്ലാഷ് കോഡ് ഉപയോഗിച്ച് വായിക്കാൻ സാധിക്കും. അപ്പം അത് എളുപ്പം നമുക്ക് ലെഫ്റ്റ് ഹാൻഡൊക്കെ മാറിപ്പോകാനായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് വായിക്കാം. അത് റൈറ്റ് കൈ കൊണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. അത് ഏത് കൈ കൊണ്ട് നമുക്ക് ആ സ്ലാഷ് കോഡ് വായിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സ്ലാഷ് കോഡ് എന്ന് പറയുന്നത്. ഈ സ്ലാഷ് കോഡിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഫാമിലി
അയച്ചു കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് വലിയൊരു ചാൻസാണ് ഒരുക്കി കൊടുക്കുന്നത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോ ഇട്ട് കാണാം. താങ്ക്